സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഒരുപാട് ദുരിതങ്ങളും വേദനകളും രോഗങ്ങളും സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഈ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയൊക്കെ സമയങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താണ്? ചിലപ്പോഴൊക്കെ ചിലർ വേദനകൾ കടന്നു വരുമ്പോൾ ഒരു വികാരവുമില്ലാതെ അതൊക്കെ കടന്നു പൊക്കോളും എന്നുള്ള രീതിയിൽ അതിനെ ഏറ്റെടുക്കുന്നവരുണ്ട്. ചിലരൊക്കെ ഒരുപാട് സഹിച്ച ആ വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ചില മാനസിക സഹനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഏറ്റെടുക്കാറുണ്ട്, അത് സഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കണം വേദനകളുടെ സമയത്ത്? തിരുവചനത്തിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പാടുകളും സഹനങ്ങളും അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഞാനിത് അനുഭവിക്കുന്നത്. ഞാൻ ഈ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നത് ദൈവത്തിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ വേദനകൾ എല്ലാം ഏറ്റെടുക്കുന്നു. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശും വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന കർത്താവ് പറഞ്ഞു. ഓരോരുത്തരുടെയും ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വേണം കർത്താവിനെ അനുഗമിക്കുകയും കൂടെ വേണം. കുരിശുകൾ ഏറ്റെടുക്കണം, കർത്താവിനെ അനുഗമിക്കുകയും വേണം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ക്രിസ്തുവിനെ പൗലോസ്ലീഹ അനുകരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ അവയെ പൗലോസ്ലീഹ കണ്ടുകൊണ്ട് തൻ്റെ ശരീരത്തിലും ആ കഷ്ടപ്പാടുകളും വേദനകളും ഏറ്റെടുക്കാൻ പരിശ്രമിക്കുന്നു. പൗലോസ്ലീഹ കൊളോസ്സാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. കർത്താവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. കർത്താവ് ഒരുപാട് പീഡകളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയി. ഈ കർത്താവിന് ഏതെങ്കിലും തരത്തിൽ പീഡകളുടെ ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. കുറെ കൂടി ഒരു മഹത്വപൂർണമായിട്ടുള്ളൊരു ചിന്തയാണ്, ഒരു സ്വർഗീയ ചിന്തയാണ്, ഒരു ആത്മീയ ചിന്തയാണ്. എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഞാൻ ഇങ്ങനെ ക്രിസ്തുവുമായിട്ട് താതാത്മ്യപ്പെടുത്തി ഞാൻ കാണണം. ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ വേദനകളെ ഞാൻ ഉൾക്കൊള്ളണം. എപ്പോഴും പൗലോസ്ലീഹ അങ്ങനെയാണ്. ഈശോയെ കണ്ടുകൊണ്ടാണ്, ഈശോയുടെ പീഡകളുമായിട്ട് താതാത്മ്യപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ വേദനകളെ പൗലോസ്ലീഹ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം അനുഭവിക്കുന്ന വേദനകളിൽ തീർച്ചയായിട്ടും അതിലൊരു മഹത്വമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നാം ക്രിസ്തുവിന് വേണ്ടിയാണ് നാം സഹിക്കുന്നതെങ്കിൽ നാം അവനോടുകൂടെ നാം മഹത്വപ്പെടും. ക്രിസ്തുവിനോട് കൂടെയാണ് നാം സഹിക്കുന്നതെങ്കിൽ നാം അവനോടുകൂടി മഹത്വപ്പെടും. തീർച്ചയായിട്ടും ദൈവത്തോട് കൂടെ നമ്മുടെ വേദനകൾ നമ്മൾ സഹിക്കുമ്പോൾ, നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മുടെ പീഡകളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും അവനോടൊപ്പം നാം മഹത്വപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.